കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റിത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ഇന്ന് ഉച്ചയോടെ കെട്ടടങ്ങിയതാണ്. സ്ഥലം MP ഹൈബി ഈഡൻ ഇടപെട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരൂ എന്ന നിലപാടിൽ നിന്ന് രക്ഷിതാവ് മാറിയതാണ്. കുട്ടിയെ ഹിജാബ് ഇല്ലാതെ സ്കൂളിൽ വിടാമെന്ന് സമ്മതിച്ചതാണ്. അതിന് പിന്നാലെ അല്പം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയത്. അതിൽ പറയുന്നത് സ്കൂളിന് ഗുരുതര വീഴ്ച സംഭവിച്ചു, ഹിജാബ് ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ പോകാം എന്നതാണ്. അതായത് ഈ വിഷയം കെട്ടടങ്ങിയിട്ടില്ല. സ്കൂൾ മാനേജ്മെന്റ് ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. അതിന് കാരണം അവർക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം പോലീസ് സംരക്ഷണത്തിൽ സ്കൂൾ തുറക്കാമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവും നൽകിയതാണ്. അതിൽ സ്കൂൾ യൂണിഫോമിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ സ്കൂളിന് അധികാരമുണ്ട് എന്നും വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇവിടെ മന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഹിജാബ് ധരിച്ച് തന്നെ കുട്ടിക്ക് സ്കൂളിൽ വരാം, അതിൽ ഹിജാബിന്റെ നിറവും ഡിസൈനും മാത്രം തീരുമാനിക്കാനുള്ള അവകാശമേ സ്കൂൾ മാനേജ്മെന്റിനുള്ളൂ എന്നാണ്. അതുമാത്രമല്ല, ഇതിനു മുൻപ് ഹിജാബ് ധരിച്ചെത്തിയപ്പോൾ മാനസികമായി കുട്ടിക്ക് പീഡനമേൽക്കേണ്ടി വന്നു സ്കൂളിൽ. അത് സ്കൂളിനുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും മന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുകയാണ്. ശക്തമായ നിലപാടുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ കോൺഗ്രസും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെ നിലപാടെടുത്തിരിക്കുകയാണ്. അവിടെ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വളമിട്ട് കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്.